സുരേഷ് ഗോപിയുടെ ഭാവം സർവപ്പോഴും പുച്ഛരസമാണ്. വേഷമാണെങ്കിൽ ബഹുകൃതവുമാണ്. കേരളമെന്ന് കേട്ടാൽ ഇത് ഇത്രയധികം പുച്ഛിക്കുന്ന ഒരു കേരളീയനായ മന്ത്രി വേറെ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. ഇത് പൊതുജനത്തിനറിയാം. അതിന്ന് ദേശാഭിമാനി തുറന്ന് എഴുതിയിട്ടുണ്ട്. അതിങ്ങനെയാണ്: അണ്ണാൻ മൂത്താലും മരങ്കേറ്റം മറക്കുമോ എന്ന് ചോദിച്ചതുപോലെയാണ് തൃശൂർ എം പിയുടെ കാര്യമെന്ന് നാട്ടുകാർ മാത്രമല്ല സഹ എം പിമാരും ഇപ്പോൾ പറഞ്ഞു തുടങ്ങി. സഹമന്ത്രിയാണെങ്കിലും ഒട്ടും സഹിഷ്ണുതയും സഹകരണവും ഇല്ലെന്നാണ് സഹകരിച്ച് നടക്കുന്നവരുടെ പോലും സംസാരം. അഭിനയമാണ് ജീവിതം, അഭിനയമാണ് സമ്പത്ത്, നാട്യമാണ് സർവസ്വം എന്നാണ് സുരേഷ് ഗോപിയുടെ തത്വശാസ്ത്രം. എം പി പണിയായാലും മന്ത്രി പണിയായാലും പാർലമെൻറ്റിലായാലും പുറത്തായാലും അഭിനയത്തിൻ്റെ പുത്തൻ മേഖലകൾ കണ്ടെത്തുന്നതിലാണ് ആശാന് ത്രില്ല്. കഥകളിയിലാണ് ഇപ്പോഴത്തെ കമ്പം. കലാമണ്ഡലം നിലകൊള്ളുന്ന ജില്ലയിലെ എം പി ആകുമ്പോൾ കഥകളിയിൽ അഗ്രഗണ്യനായില്ലെങ്കിൽ കുറച്ചിൽ വോട്ടർമാർക്കാണെന്ന് ചിന്തിക്കുന്നതിൽ കുറ്റം പറയാൻ പറ്റില്ല. പിന്നെ കലാമണ്ഡലം ഗോപി ആശാനെ വെല്ലുവിളിക്കുന്ന നടനാകണമെന്നത് സുരേഷ് ഗോപിയുടെ ഒരു ശപഥവുമാണ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് സമയത്ത് ഗോപി ആശാന് പത്മ അവാർഡ് വാങ്ങിച്ചു കൊടുക്കാൻ നോക്കിയപ്പോൾ ആരുടെയും ശുപാർശയിൽ വേണ്ടെന്ന് മുഖത്ത് നോക്കി പറഞ്ഞത് എങ്ങനെ മറക്കാൻ കഴിയും? കഷ്ടപ്പെട്ട് അധ്വാനിച്ച് മലയാള സിനിമ ഉണ്ടാക്കിയതുപോലെ കഥകളിയുടെയും ഗുരുവായിട്ട് ഇനി അടങ്ങുമെന്നാണ് സുരേഷ് ഗോപിയുടെ ശപഥം. ഇങ്ങനെയൊക്കെയാണ് പരിഹാസ വാക്കുകളും കുത്തുവാക്കുകളും നീളുന്നത്. പാർലമെൻറ്റിൽ ഇരിക്കുമ്പോഴും പുറത്ത് നടക്കുമ്പോഴും കത്തി, പച്ച, കരി, താടി, മിനുക്ക് തുടങ്ങിയ വേഷങ്ങൾ മിന്നിമറയും. ഇനി കേരളമെന്ന് കേട്ടാലോ നിറയും പുച്ഛം സിരകളിൽ നിന്ന് മാത്രമല്ല കൈയും കാലും മുഖവുമെല്ലാം ഒന്നിച്ചെടുത്ത് പുതുപുത്തൻ വേഷങ്ങളിൽ നിറഞ്ഞാടുകയും ചെയ്യും. കഴിഞ്ഞ ദിവസം പാർലമെൻറ്റിലാണ് ഈ അദ്ഭുത വേഷപ്പകർച്ച പുറത്തെടുത്തത്. ഇത് കണ്ട് ഭരണ പ്രതിപക്ഷ എം പിമാരാകെ കണ്ണും തള്ളി അന്തം എന്നാണ് പുറത്തു വരുന്ന വിവരം. ദൃശ്യങ്ങളിൽ അത് കാണുകയും ചെയ്യാം. തമിഴ്നാട്ടിൽ നിന്നുള്ള എം പി കനിമൊഴി കേരളത്തെ പരാമർശിച്ചപ്പോഴായിരുന്നു മലയാള സിനിമയുടെ പിതാമഹൻ്റെ അദ്ഭുത ആംഗ്യപ്രകടനം. വയനാട്ടിൽ മഹാദുരന്തമുണ്ടായപ്പോൾ പ്രധാനമന്ത്രിയും കേന്ദ്രമന്ത്രിമാരും അവിടെ ചെന്ന് ഷോ നടത്തിയിട്ടും എന്തേ സഹായം കൊടുത്തില്ല എന്ന് അയൽപക്ക സ്നേഹം കൊണ്ട് ചോദിച്ചതാണ്. അപ്പോഴാണ് സ്വന്തം സീറ്റിലിരുന്ന് കൈയും കാലും മുഖവും എല്ലാം ചേർത്ത് കേരളത്തോടും കനിമൊഴിയോടുമുള്ള സർവമാന പുച്ഛവും ആവാഹിച്ച് നടൻ്റെ വിസ്മയ പ്രകടനം പുറത്തെടുത്തത്. കഥകളിയിലെന്നല്ല മറ്റൊരു കളിയിലും ആരും സഞ്ചരിക്കാത്ത വഴികളിലൂടെ നടന്ന അപാര വേഷം കെട്ടലായിരുന്നുവെന്നാണ് സഹ എം പിമാരുടെ സാക്ഷ്യപ്പെടുത്തൽ. കേരളത്തിലെ മാധ്യമക്കാർ സ്ഥിരമായി ഈ നാട്യവൈഭവം കാണുന്നതിനാൽ പുതുമ തോന്നാത്തത് കൊണ്ടായിരിക്കും ആരും കാര്യമായി എടുത്തില്ല. വയനാടിന് സഹായം കൊടുത്തുവെന്ന പച്ചക്കള്ളം പരസ്യമായി വിളിച്ചു പറയുന്ന ആഭ്യന്തരമന്ത്രിയുടെ ചരടിൽ തുള്ളുന്ന സഹമന്ത്രിയിൽ പരമപുച്ഛം നിറയുന്നതിൽ എന്തിനതിശയിക്കുന്നുവെന്ന് ആശ്വസിക്കാനേ വഴിയുള്ളൂ. ഇങ്ങനെയാണ് ദേശാഭിമാനി സുരേഷ് ഗോപിയെ പഞ്ഞിക്കിട്ടുന്നത്. ശരിയാണ്, സുരേഷ് ഗോപി എന്ത് വേഷം കെട്ടലാണ് ഇറക്കുന്നത്. വയനാട്ടിൽ സുരേഷ് ഗോപി നേരിട്ട് പോയി കുറേ പ്രഖ്യാപനം നടത്തി. എന്നിട്ട് ഇപ്പത്തരുമെന്ന് പറഞ്ഞു, കൈവിടില്ല എന്ന് പറഞ്ഞു. എന്നിട്ട് ആകെ കൈവിട്ടു. ഇപ്പോൾ 132 കോടി രൂപ കൂടി കൊടുക്കണമെന്ന ബില്ലും വന്നിരിക്കുന്നു. ആലോചിച്ച് നോക്കുക, BJP എങ്ങനെയാണ് കേരളത്തെ കബളിപ്പിക്കുന്നതെന്ന്. വി മുരളീധരൻ ഒരു വശത്ത്, സുരേഷ് ഗോപി മറ്റൊരു വശത്ത്. അതുകൊണ്ടായിരിക്കണം ദേശാഭിമാനി സുരേഷ് ഗോപിക്ക് അനുകൂലമായി എഴുതാൻ നടപടിയില്ലെങ്കിലും സുരേഷ് ഗോപിയുടെ സഹ എം പിമാർ പോലും സുരേഷ് ഗോപിയെ പരിഹസിച്ചു തുടങ്ങി, അല്ലെങ്കിൽ സഹകരിക്കാത്ത ആളാണെന്ന് പറഞ്ഞു തുടങ്ങിയെന്ന് പറയുമ്പോൾ, സുരേഷ് ഗോപി കേരളത്തോട് പുച്ഛം കാണിക്കുമ്പോൾ ആളുകൾ ഇത്രമാത്രം വെറുപ്പോടുകൂടിയാണ് അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളെ വിലയിരുത്തുന്നതെന്ന് കാണുമ്പോൾ സുരേഷ് ഗോപി ഒന്ന് സ്വയം ചിന്തിച്ച് തിരുത്താൻ ഇത്തരം എഴുത്തുകളും ഇത്തരം കാഴ്ചപ്പാടുകളുമൊക്കെ വഴിയൊരുക്കും എന്ന് നമുക്ക് പ്രത്യാശിക്കാം.